ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് അഥവാ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഡേ 3ലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ്. കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷനാണ്. ഡേ 3ലെ ചോദ്യപേപ്പറാണ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ തൊട്ട് താഴെയായിട്ട് കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ എഴുതാനായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടാവും. അവിടെ കൂട്ടുകാർ തെറ്റാതെ എഴുതുക കേട്ടോ. അപ്പം നമുക്കിനി ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. പ്രവർത്തനം 1, നല്ല ശീലങ്ങൾ. നോക്കിയേ കൂട്ടുകാരെ, അരിയും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയും എല്ലാം നമ്മൾക്ക് ആവശ്യം നന്നായി വളരാൻ എന്നെന്നും. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം മാത്രം പോരാ, ആരോഗ്യശീലങ്ങളും പാലിക്കണം. നല്ല ആരോഗ്യശീലങ്ങൾക്ക് നേരെ സ്മൈലി മാർക്ക് വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരുടെ എക്സാമിൽ ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാകും. ആരോഗ്യപരമായിട്ടുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ നല്ല ശീലങ്ങളെക്കുറിച്ചുള്ള ഒരു ചോദ്യം കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ കൂട്ടുകാർ ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നല്ല ശീലങ്ങൾക്ക് നേരെ സ്മൈലി മാർക്ക് വരച്ചു ചേർക്കാം. നോക്കിയേ, തുറന്നു വെച്ച ആഹാരം കഴിക്കാറില്ല, ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകും, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കൂ, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, 2 നേരവും പല്ല് തേക്കും. അപ്പോൾ ഇവയെല്ലാം നല്ല ശീലങ്ങളാണല്ലേ കൂട്ടുകാരെ? അതെ. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 2, കൈനീട്ടം. മിനിക്കും റഹീമിനും അമ്മ കൈനീട്ടം കൊടുത്തു. അവർക്ക് കിട്ടിയ രൂപയാണ് ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. നോക്കിയേ, റഹീമിന് 3 10 രൂപ നോട്ടുകളും 5 1 രൂപ തുട്ടുകളും കിട്ടി. മിനിക്കോ 2 10 രൂപ നോട്ടുകളും 3 1 രൂപ തുട്ടുകളും കിട്ടി. ഓരോരുത്തർക്കും കിട്ടിയത് കൂട്ടി എഴുതാം. എഴുതിക്കോളൂ. റഹീമിന് കിട്ടിയത് 3 10 രൂപ നോട്ടുകൾ, 5 1 രൂപ നാണയങ്ങൾ, അങ്ങനെയെങ്കിൽ 35 രൂപ. മിനിക്ക് കിട്ടിയതോ 2 10 രൂപ നോട്ടുകളും 3 1 രൂപ നാണയങ്ങളും, അങ്ങനെ 23 രൂപ. ആകെ കിട്ടിയത് കൂട്ടി എഴുതാമോ? റഹീമിനും മിനിക്കും കിട്ടിയ ആകെ രൂപ കൂട്ടി എഴുതാം. 35നോട് 23 കൂട്ടിയാൽ മതി. 58 രൂപയാണ് 2 പേർക്കും കൂടെ ആകെ ലഭിച്ചത്. പ്രവർത്തനം 3, കൂട്ടി എഴുതാം. 24നോട് 12 കൂട്ടി നോക്കൂ. 36. 10നോട് 9 കൂട്ടിയാലോ? 19. 66നോട് 11 കൂട്ടിയാലോ? 77. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 4, കഥ പൂർത്തിയാക്കാം. കാക്കച്ചി പെണ്ണു മുട്ടയിട്ടു, കോലൻ പാമ്പ് പറഞ്ഞു. കാക്കച്ചി ഇര തേടി പോയ നേരം പാമ്പ് മരത്തിലേക്ക് ഇഴഞ്ഞു കയറി. കുഞ്ഞിക്കിളി അത് കണ്ടു. അവൾ പാമ്പിനെ ഓടിക്കാൻ ശ്രമിച്ചു. പാമ്പ് കുഞ്ഞിക്കിളിയെ പേടിപ്പിച്ചു. പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കൂട്ടുകാരുടെ ചോദ്യപേപ്പറിൽ ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും. പൂർത്തിയാക്കുക. കഥയോ കവിതയോ തന്നതിന് ശേഷം അത് പൂർത്തിയാക്കി എഴുതാനായിട്ട് കൂട്ടുകാരോട് ചോദ്യം ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കഥ എഴുതാമോ? എഴുതിക്കോളൂ. കുഞ്ഞിക്കിളി തൻ്റെ ചങ്ങാതി കീരിയോട് കാര്യം ബോധ്യപ്പെടുത്തി. കീരി പെട്ടെന്ന് തന്നെ കാക്കച്ചിയുടെ കൂട്ടിനരിയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ കീരി കോലം പാമ്പിനെ വക വരുത്തി. തിരികെ എത്തിയ കാക്കച്ചി കീരിയോടും കുഞ്ഞിക്കിളിയോടും നന്ദി പറഞ്ഞു. അപ്പോൾ നമ്മൾ കഥ പൂർത്തിയാക്കിയല്ലേ കൂട്ടുകാരെ? ഇതുപോലെ കൂട്ടുകാരുടെ ഭാവനയിൽ എഴുതി നോക്കിയേ. കഥയ്ക്ക് അനുയോജ്യമായി പേര് നൽകാമോ? കുഞ്ഞിക്കിളിയും മുട്ടകളും. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 5, പൂർത്തിയാക്കാമോ? ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കാമോ? നടുവിൽ 19 എന്നൊരു സംഖ്യ വട്ടത്തിനുള്ളിൽ തന്നിട്ടുണ്ടല്ലേ കൂട്ടുകാരെ? അപ്പോൾ ചതുരത്തിലുള്ള കളങ്ങളിൽ എന്താ എഴുതേണ്ടത്? ഏത് സംഖ്യ കൂട്ടിയാലാണ് 19 കിട്ടുക? നോക്കാം. 19 ഒന്നുകൾ ചേർന്നാൽ 19 പിന്നെയോ 10നോട് 9 കൂട്ടിയാലും 19. 20നോട് 1 കുറച്ചാലോ? 19.
5 അധികം 5 അധികം 5 അധികം 4 എത്രയാ? 19. 15നോട് 4 കൂട്ടിയാലോ? 19 തന്നെ. ഇതുപോലെ കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അതും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് ഡേ 3 ചോദ്യ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മളിന്ന് പഠിച്ചതുപോലെ കൂട്ടാനും കുറയ്ക്കാനും, അതുപോലെ തന്നെ കഥ പൂരിപ്പിക്കാൻ, പിന്നെ കവിതകൾ എഴുതാൻ, പിന്നെ ഡയറി എഴുതാൻ, സംഭാഷണം എഴുതാൻ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് ചോദിക്കാം. കൂട്ടുകാർ പാഠപുസ്തകങ്ങൾ നന്നായി പഠിച്ചു വെച്ചിരിക്കുക. പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും കൂട്ടുകാർക്ക് ചോദിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്